അമ്മ വീട്ടിലെ ബോർഡ് റെഡി. ചേച്ചി നിങ്ങളെ പുൽക്കൂട് വെക്കാൻ പോണേ? ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കണമെന്നേ ജോർജ് ചാക്ക ഒരാശ. ഓരോരോ ആളുമാർക്ക് വന്ന മാറ്റമേ. ആ തന്നടി ആ മരിയനാശാനൊക്കെ പിടിയെന്ന് വിട്ടേ പിന്നെ കുടിയില്ല അടിയില്ല. നേരെ ചൊവ്വേ ഷർട്ടിട്ട് തുടങ്ങിയത് ഇപ്പോഴാ. ഇപ്പോഴേ ഒരു മനസമാധാനമൊക്കെ ഉണ്ട്. പോട്ടെ, ശരി നടക്ക് മക്കളെ. കാര്യം നടന്നു കഴിഞ്ഞറിയിച്ചാ മതി എന്നാ വിചാരിച്ചത്. പക്ഷെ മനസ്സ് പിടിച്ചാ നിക്കണ്ടേ? ആ ഫെലിക്സിക്ക് കട്ടായമായിട്ട് അവളെ വേണം. അതുകൊണ്ട് അവയെല്ലാം തുറന്നു പറയും, ഉറപ്പാ. അന്ന് മാതാവിനെ കണ്ടതേ നിനക്ക് ഫിറ്റൊക്കെ പുറത്തു തോന്നിയത്. ഇത്രയും നാളും മാതാവുക്ക് ദാസപ്പണി ചെയ്തതൊക്കെ പാഴ്വേല. ഏയ്, അത്ഭുതമൊക്കെ വെറുതെ. അത്ഭുതം പൊളിഞ്ഞു കഴിഞ്ഞാ അടി കൊടുക്കണ്ടവന്മാർക്കുള്ള ലിസ്റ്റ് ഉണ്ടാക്കിയ ലേലക്കാരൻ ക്രിസ്റ്റി, കച്ചവടക്കാരൻ സുലൈമാൻ, പിന്നെ മൈക്കിള്. അവനൊക്കെ ഇപ്പൊ എന്നെ കാണുമ്പോ പുച്ഛ. ആശാന മൈൻഡ് ചെയ്യാത്തവന്മാരൊക്കെ ലിസ്റ്റ് വേറെയും ഉണ്ട്. നിങ്ങ സമാധാനായിട്ടിരിക്കേ. എല്ലാ കറകുടിയന്മാർക്കും ഉള്ള അടി വെച്ച് നമുക്ക് വീതിച്ചു കൊടുക്കാം. എടുത്തു പിടി. തഞ്ചമായിട്ടടി. ഇവിടുത്തെ തീർത്ഥാടനവും ആളന്മാരൊക്കെ ഹുങ്കും ഇന്നത്തോടെ തീരും. ഇനി നമ്മകാലം. മോർണിംഗ് ഫ്ലൈറ്റിലെത്തിയ മറിയമ്മൂക്കെ ഇപ്പൊ ഗൾഫിൽ വരെ ഫേമസ്. അതുകൊണ്ട് ഇക്കൊല്ല ക്രിസ്മസ് കൊള്ളാം. ഞാൻ നല്ല കൂടിയ സാധനങ്ങളാണ് കൊണ്ടുവന്നേക്കുന്നത്. അതൊക്കെ ഡ്യൂട്ടി അടിക്കേണ്ടി വന്ന വരുന്ന ഓരോന്ന് അടിക്കാൻ വീട്ടിലൊന്ന് കേട്ടെ. ഇപ്പൊ അതാണ് നമ്മളായിട്ട് എത്ര കാശ് ഉണ്ടാക്കിയാലും അപ്പനായിട്ട് ഉണ്ടാക്കിയ പേരുമായ മൈക്കിളെ. ഒരേ കാര്യം പറയാറുണ്ട്. എന്തേ? വാ. കർത്താവേ, എന്റെ ഗുരുവായൂരപ്പ. അപ്പൊ നീ കടയിൽ പോയില്ലേ? കടയിൽ കത്രീന ഒറ്റയ്ക്കുള്ള നീ ചെല്ല്. ഇങ്ങോട്ടല്ല അങ്ങോട്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല നസ്രത്തെ, നേരാ ഓച്ച. അപ്പൊ ക്രിസ്മസ് ആഘോഷം ഇപ്രാവശ്യത്തെ തന്നെ ക്രിസ്മസ് ആഘോഷം മുട്ടങ്ങും. ഒന്ന് പിടിച്ചേ, അച്ഛനെ കണ്ടു വരാം. അതെ, ഈ അച്ഛനെ കണ്ടവല്ല നടക്കുമേ. ക്രിസ്മസ് കൊള്ളാൻ ഡ്യൂട്ടി അടച്ച സാധനം കൊണ്ടുവന്നേ. നടക്കുമെന്നറിയില്ല. താൻ വാ. മാതാവുക്ക് അത്ഭുതം. ആ പെലിക്സ് എന്തോ ചെയ്തിട്ടാണെന്ന്. സായിപ്പൊക്കെ മകളെ കിട്ടാത്ത വാശിക്ക് അവൻ അതെല്ലാം വിളിച്ചു പറയാൻ പോണെന്ന്. അച്ഛാ, മാതാവ് അത്ഭുതപ്പെട്ട പിന്നെ ഈ കാര്യം നന്നായത്. പെലിക്സിനെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. അച്ഛൻ അവനൊക്കെടുത്ത് പറയണം അത്ഭുതം ഇല്ലായ്മ ചെയ്യല്ലേന്ന്. ഒന്ന് പറയാ അച്ഛാ, അത്ഭുതമില്ലാതായാലേ ആ മരിയാനി കരകുട്ടി ചോറാക്കും. ഡെന്നിസ് വരണം. അച്ഛാ, എന്താടാ? ഫെലിക്സിനെ കാണാനില്ല. വീട്ടിലും പോട്ടിലും അവനെ കാണാറുള്ള എല്ലായിടത്തും നോക്കിയാ. പിന്നെ ഫോണും സ്വിച്ച് ഓഫാ. നമ്മൾ അറിഞ്ഞ വിവരമേ അവ അറിഞ്ഞ കാണും. അവൻ മര്യാദക്കടുത്ത് പറയാനുള്ള പ്ലാനാ. അച്ഛാ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് പറയാനാ? അല്ല അച്ഛാ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പാതിരാ കുർബാന ക്രിസ്മസ് ആഘോഷം. നസ്രത്തെ, നിങ്ങൾ ഈ വന്നേ. വാടാ. അച്ഛൻ നിങ്ങൾക്ക് എന്റെ അടുത്ത് വന്നത് പറയാൻ എങ്ങനെ തോന്നിയാ? ഒരുത്തം വാവളച്ച് ഏതാണ്ട് പറയുമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ മകളെ അവനിക്ക് കെട്ടിച്ചു കൊടുക്കണേ. ഏതാണ്ടോ അല്ല, ഉള്ള കാര്യം പറയാം. അവനെങ്ങാനും വാവളച്ചാലേ ആദ്യം പൂട്ടുന്നത് തന്നെ ഈ കടയും കച്ചവടം അടി. കാണിക്ക് പിന്നെ തന്നെ പുല്ലുവല്ല. അവരൊന്നും എത്രക്കാരല്ല. ചേട്ടാ, ഒരു സ്റ്റാർ. സ്റ്റാറാ കച്ചവടമൊക്കെ പിന്നെ അപ്പുറത്തെ കടയിൽ നല്ല ചോന്ന സ്റ്റാർ കിട്ടും. അങ്ങോട്ടല്ലേ ആദ്യം ഇതൊക്കെ ഒരു തീരുമാനമാവട്ടെ.
എന്നെ കൂടെ നിന്ന് കല്യാണം ആഘോഷമാക്കി തരാന്ന് പറഞ്ഞിട്ട്. അല്ല അത് പിന്നെ സലൂമിക്ക് വിഷമം കാണുമ്പോ നമ്മള് മനുഷ്യന്മാര്. അല്ലെങ്കിൽ സലൂമിക്ക് അടുത്ത് തന്നെ ചോദിക്കും. സലോമി നീ എവിടെ പോണേ? പോയിക്കാ കേറി പോടേ അകത്ത്. നിന്നോടാ പറഞ്ഞ കേറി പോവാൻ. എന്നെ വരട്ടൊന്നും വേണ്ട, ഇവരൊക്കെ ഇപ്പൊ എന്റെ കൂടെ. മകനെ നസ്രത്തങ്ങൾ വിളിച്ചു പറഞ്ഞു. ഒരു ചൂണ്ടേ അവിടെ കിടക്കട്ടെ എന്ന് വെച്ചാ. നോ പേടിക്കാൻ, ആയിണ്ട് കൂടെ. അതെ, ആ ഡെന്നീസ് ഒക്കെ ഫെലിക്സിനെ എന്തൊക്കെ പല വഴിക്ക് പോയിരിക്കുകയാണ്. അവനാ മര്യാദക്കെടുത്തെത്തിയാലേ അത്ഭുതമൊക്കെ അതോടെ തീരും. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ വിചാരിക്കണ പോലെ നടക്കാൻ പോണില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആനന്ദക്കുട്ട, നീ ഭയപ്പെടാതെ, അയാൾ അയ്യും. നീ ധൈര്യമായിട്ടിരി.